വാർത്തകളിലേക്ക് തിരികെ. ചട്ടം ലംഘിച്ച് ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ്. മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ നിഷാര MS ആണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് നടത്തിയത്. 3 മാസത്തെ അവധിയെടുത്താണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ ചട്ടവിരുദ്ധമായി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് ഡോക്ടറുടെ വാദം. ഡോക്ടറുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഹലോ, ഹലോ, ഡോക്ടർ നിഷാരയാണോ? അതെ, എൻ്റെ ഒരു സനോജ്, ഞാൻ കൈരളി ടിവിയുടെ കോട്ടയത്തെ റിപ്പോർട്ടറാണേ. പറഞ്ഞോളൂ. ഡോക്ടർ ഇപ്പം കിംസ് ഹോസ്പിറ്റലിലാണോ? ഞാനേ ഇപ്പൊ പുറത്താണ്. എന്ത് പറ്റി? ഡോക്ടർ കിംസ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു ആട് അവിടുന്ന് ഒരു പരാതി ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ കിംസ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു? അല്ല, ഞാനിപ്പം എന്റെ ഒരു ലീവ് എടുത്ത് ഞാൻ മാറി നിൽക്കുക. ലീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുവദിച്ച ലീവ് എടുത്ത് മാറ്റിക്കണം. ഞാൻ സാലറി വിത്തൗട്ട് പേ ആണ്. ഡോക്ടർ കിംസ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തെന്നുള്ളതാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നില്ല. റിസൈൻ ചെയ്തോ അതോ? ഞാൻ ഇത് കൊടുത്തേക്കാ, ലീവ് കൊടുത്തേക്കാണ്. എനിക്കത് അനുവദിച്ചിട്ടുണ്ട്. 3 മാസത്തെ ലീവ് അല്ലല്ലോ, 3 മാസത്തെ അതിൽ കൂടുതലുണ്ട്. വേണേ വന്നാ കാണിക്കാം. 3 മാസത്തെ ലീവ് എടുത്തു. ഞാൻ ചോദിക്കുന്ന അത് സമ്മതിച്ചു. ഈ 12A പ്രകാരം, ചട്ടപ്രകാരം 3 വർഷമോ അതിൽ കൂടുതലോ വർഷം ചെയ്തിട്ട് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാം. അത് ചട്ടം അനുവദിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. തീർച്ചയായും ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജിലേക്ക് പോകുന്നത്. ആശുപത്രിയിൽ വിളിച്ചപ്പോൾ ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നു എന്നായിരുന്നു മറുപടി. അതുകൂടി ഒന്ന് കേൾക്കാം. എനിക്ക് ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിരുന്നേ. നിഷാര ഡോക്ടർ ഉണ്ടോ? 5 മണി വരെ അല്ലേ? നാളെ ആണെങ്കിലോ? നാളെ നമുക്ക് 9 തൊട്ട് 5 വരെയാണ്. 9 മുതൽ 5 വരെ. ഓക്കെ. ആ സമയത്ത് ഏത് സമയത്ത് വന്നാലും നിഷാര ഡോക്ടറിനെ കാണാമല്ലോ അല്ലേ? വരുന്ന ദിവസം ഒന്ന് വിളിച്ചിട്ട് വരണേ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇരുന്ന ഡോക്ടറല്ലേ നിഷാര? അതെ അതെ. ഓക്കെ, ശരി. ഓക്കെ. തീർച്ചയായും സനോജ് വിവരങ്ങളുമായി ചേരുകയാണ്. സനോജ്, ഈ സ്വകാര്യ ആശുപത്രിയിലാണ് രണ്ടാമത് വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി അല്ലേ? അപ്പോൾ രണ്ടായാലും, അതായത് ഒന്ന് ഈ അവധിയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സർക്കാർ ഡോക്ടറെ സംബന്ധിച്ച് അനുവദനീയമല്ല, ചട്ടവിരുദ്ധമാണ്. ലീവ് പ്രത്യേകിച്ചും, കാരണം ലീവ് എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് രാജിവെക്കലല്ല. തീർച്ചയായിട്ടും ഡോക്ടറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടു. ഡോക്ടർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഡോക്ടർ പറഞ്ഞത് ഞാൻ ഇപ്പോൾ പുറത്താണ്, കിംസ് ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താനിപ്പോൾ പുറത്താണ് എന്ന മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് അദ്ദേഹം പലവിധ ന്യായങ്ങൾ പറയുന്നു. ഈ ലീവ് എടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നോ ഇല്ല എന്നോ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മാത്രമല്ല അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ഏറ്റവും ഒടുവിൽ വളരെ പെട്ടെന്ന് എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കിംസ് ഹോസ്പിറ്റലിൽ ഞാൻ ഫോണിൽ ബന്ധപ്പെടുന്നത്. ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ ചികിത്സയുടെ സൗകര്യാർത്ഥം എന്ന നിലയിലാണ് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടത്. ഡോക്ടർ നിഷാര MS സേവനം ലഭ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറുടെ സേവനം ഇന്ന് ലഭ്യമാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഡോക്ടർ ഉണ്ട് എന്നാണ് ഡോക്ടറിലെ ആശുപത്രി ജീവനക്കാർ പറഞ്ഞത്. അത് പ്രകാരം ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ അപ്പോയിൻമെൻറ്റ് എടുക്കാനാണ്, നാളെ വന്നാൽ ഡോക്ടറെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള മറുപടി, നാളെ 9 മണി മുതൽ 5 മണി വരെ ഉണ്ട്, ഫോണിൽ വിളിച്ചിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സേവനം അനുഷ്ഠിച്ച ഓർത്തോ വിഭാഗം ഡോക്ടറല്ലേ നിഷാര എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന മറുപടിയാണ് ആശുപത്രിയിൽ നിന്നും എനിക്ക് ലഭിച്ചത്. ഇനി കാര്യത്തേക്ക് കടക്കുമ്പോൾ 22/2/2026 അന്ന് മുതൽ 31/5/2026 വരെയാണ് ഈ നിഷാര ഡോക്ടർ അവധിക്ക് അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ നൽകുമ്പോൾ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ അപേക്ഷ നൽകിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. പ്രിൻസിപ്പളിനാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചത്. അതുപ്രകാരം 3 മാസത്തെ ലീവ് അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ അനുവദിക്കുന്നു. ഇത് പ്രകാരം ഗവൺമെൻറ് ചട്ടപ്രകാരം 12A പ്രകാരം ഈ 3 മാസം അവധിയെടുത്ത് ആർക്കും സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയില്ല. 12A പ്രകാരം 3 വർഷം മുതൽ 5 വർഷം വരെ അവധിയെടുത്ത് വിദേശത്തോ അല്ലെങ്കിൽ സ്വകാര്യ പ്രാക്ടീസിനോ പോകാൻ ചട്ടം അനുവദിക്കുന്നുണ്ട്. പക്ഷേ പ്രിൻസിപ്പൽ അനുവദിക്കുന്ന 3 മാസത്തെ അവധിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലും സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അദ്ദേഹം വിളിക്കാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ വാർത്ത വസ്തുതാപരമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചു ബന്ധപ്പെടാനും നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത്, ഇദ്ദേഹം
കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികളെ അദ്ദേഹം ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രോഗികൾ ഈ ആശുപത്രിയിൽ ചികിത്സ തേടാൻ വേണ്ടി ഡോക്ടർ നിർബന്ധിച്ച ചില രോഗികൾ കോട്ടയം മെഡിക്കൽ കോളേജിന് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നഗ്നമായ നിയമലംഘനമാണ് ഈ നിശാര ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അജിംഷാദ്.